ഒമാനിയ മൊബൈൽസ്, AM റോഡ് പെരുമ്പാവൂർ, PO ജംഗ്ഷൻ മൂവാറ്റുപുഴ. അപകട ഭീഷണി നേരിടുന്ന കച്ചേരിത്താഴം ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കായി 3.5 ലക്ഷം രൂപ അനുവദിച്ചതായി നഗരസഭാ ചെയർമാൻ PPL ദോസ് അറിയിച്ചു. ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുവാൻ തയ്യാറായില്ലെങ്കിൽ നഗരം വൻ ദുരന്തത്തിന് സാക്ഷിയാകേണ്ടി വരുമെന്ന വ്യാപാരികളുടെയും പ്രദേശവാസികളുടെയും അഭ്യർത്ഥനയെ തുടർന്നാണ് ഫണ്ട് അനുവദിച്ചിരിക്കുന്നത്. അപകട ഭീഷണി നേരിടുന്ന കച്ചേരിത്താഴം ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ അറ്റകുറ്റപ്പണിക്ക് 3.5 ലക്ഷം രൂപ നഗരസഭ അനുവദിച്ചു. മേൽക്കൂരയെ താങ്ങി നിർത്തുന്ന ഇരുമ്പ് പൈപ്പുകൾ തുരുമ്പെടുത്ത് നശിച്ചതോടെ ഏത് നിമിഷവും താഴേക്ക് പതിച്ച് അപകടം സൃഷ്ടിക്കാവുന്ന നിലയിലാണ് കച്ചേരിത്താഴത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം. തുരുമ്പൊഴിവാക്കി പൈപ്പുകൾ ബലപ്പെടുത്താനും അറ്റകുറ്റപ്പണികൾ നടത്താനും തയ്യാറായില്ലെങ്കിൽ നഗരം വൻ ദുരന്തത്തിന് സാക്ഷിയാകേണ്ടി വരുമെന്ന് സമീപത്തുള്ള വ്യാപാരികളും കോടതി ജീവനക്കാരും മുന്നറിയിപ്പ് നൽകിയിരുന്നു. മേൽക്കൂരയിലെ ഇരുമ്പ് പൈപ്പുകളിൽ ഉൾപ്പെടെയുള്ള തുരുമ്പ് നീക്കം ചെയ്യാനും പെയിന്റ് ചെയ്ത് സംരക്ഷിക്കാനും മേൽക്കൂര പൊതിഞ്ഞിരിക്കുന്ന ടെൻസൈൽ ഫാബ്രിക് കഴുകി വൃത്തിയാക്കി പുതുമ നിലനിർത്താനും ബസ് ഷെൽട്ടറിലേക്ക് വൈദ്യുതി കണക്ഷൻ എടുക്കുന്നതിനുമാണ് പണം അനുവദിച്ചിരിക്കുന്നത്. ഇതിന് കൗൺസിലിന്റെ അംഗീകാരം ലഭിച്ചെന്ന് ചെയർമാൻ PPL ദോസ് പറഞ്ഞു. 2019 ഏതാണ്ട് 40 ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് കച്ചേരിത്താഴത്ത് ഒരു വെയിറ്റിംഗ് ഷെഡ് ജോയിസ് ജോർജ് MPയുടെ വികസന ഫണ്ടിൽ നിന്നും തുക അനുവദിച്ച് ചെലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ചത്. 2019 ശേഷം വെയിറ്റിംഗ് ഷെഡിൽ യാതൊരുവിധ അറ്റകുറ്റപ്പണികളും നടത്തിയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം സത്യമാണ്. ഏതായാലും നഗരസഭാ കൗൺസിലിൽ വന്ന ശേഷം കഴിഞ്ഞ പ്രാവശ്യം 2 ലക്ഷം രൂപ നീക്കി വെച്ചു എങ്കിൽ പോലും ചില ആളുകൾ സാങ്കേതികമായ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് ആ പണം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഞാൻ എഞ്ചിനീയറിംഗ് വിഭാഗത്തെ ബന്ധപ്പെടുത്തി ആവശ്യമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കി കൗൺസിൽ യോഗത്തിൽ സമർപ്പിച്ച് 3.5 ലക്ഷം രൂപയുടെ ഭരണാനുമതിയും സാമ്പത്തിക അനുമതിയും കൗൺസിലിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. ഈ ആഴ്ച തന്നെ ടെൻഡർ നടപടി പൂർത്തീകരിക്കും. ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച ഉടൻ ആ വെയിറ്റിംഗ് ഷെഡിൻ്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കുകയും കൂടുതലായി അവിടെ എത്തുന്ന ആളുകൾക്ക് ലൈറ്റിൻ്റെ ഇലക്ട്രിസിറ്റിയുടെ പ്രശ്നമുണ്ട്. ആ ഇലക്ട്രിസിറ്റി കണക്ഷൻ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയാണ് പദ്ധതി വിഭാവനം ചെയ്യുന്നത്. ഏതായാലും 1 മാസത്തിനകം ഇതിൻ്റെ നിർമ്മാണ വേല പൂർത്തീകരിക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വവ്വാൽ ചിറകിന്റെ മാതൃകയിൽ കച്ചേരിത്താഴത്ത് 40 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ മേൽക്കൂരയാണ് തുരുമ്പെടുക്കുന്നത്. കൂറ്റൻ തൂണുകൾക്ക് മുകളിൽ ടെൻസൈൽ ഫാബ്രിക് ഉപയോഗിച്ചാണ് മേൽക്കൂര തീർത്തത്. വില കൂടിയ ടെൻസൈൽ ഫാബ്രിക് ദീർഘകാലം ഈട് നിൽക്കുമെങ്കിലും ഇവ സ്ഥാപിച്ചിരിക്കുന്ന ഇരുമ്പ് പൈപ്പുകളിലാണ് തുരുമ്പ് വ്യാപിച്ചിരിക്കുന്നത്. 2019 ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ നിർമ്മാണം പൂർത്തിയായത്. ഇതിനുശേഷം ഇന്ന് വരെ അതിൽ അറ്റകുറ്റപ്പണികൾ നടന്നിട്ടില്ല. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.